എല്ലാവർക്കും ഗോൾഡൻ ട്രൈ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞങ്ങളുടെ പുതിയ വീഡിയോ വീണ്ടും എത്തിയിട്ടുണ്ട്. ഇന്ന് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് വീട്ടിലിരുന്നതിന് എങ്ങനെ ഹെയർ സ്പാ ട്രീറ്റ്മെന്റ് ചെയ്യാമെന്നാണ്. നമ്മൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് ആരെങ്കിലും ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിന് തൊട്ടടുത്തൊരു കുഞ്ഞു ബെല്ലൈക്കനോട് കാണും, അതും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഓൾ എന്ന ഓപ്ഷൻസ് കൊടുക്കുക. ആ ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് ഞങ്ങൾ വീഡിയോ ചെയ്യുമ്പോഴത്തേക്കും കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻസ് കിട്ടുള്ളൂ. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കാണാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമുക്ക് വേഗം വീട്ടിലോട്ട് പോവാം. നമുക്ക് ഇതിന് വേണ്ടിയിട്ട് ആവശ്യമായിട്ട് ഒരു കറ്റാർവാഴയുടെ ഒരു നീളമുള്ള തണ്ടെടുക്കണം. മുടിയുടെ നീളത്തിന് ആവശ്യമായിട്ട് തണ്ടെടുക്കുക. മുറിച്ചെടുക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, അതിലൊരു മഞ്ഞക്കറ ഉണ്ടാവും. ഈ വീഡിയോയിൽ കാണുന്ന പോലെ ആ മഞ്ഞക്കറ എടുക്കരുത്. അതൊന്ന് കുത്തനെ വെച്ചതിന് ശേഷം ആ മഞ്ഞക്കറ ഇട്ടിച്ച് കളയണം. അതിനുശേഷം നന്നായിട്ട് കഴുകിയെടുക്കണം. എന്നിട്ട് ഈ കറ്റാർവാഴ കുഞ്ഞു കുഞ്ഞു പീസായിട്ട് കട്ട് ചെയ്ത് വെള്ളത്തിലിട്ട് നന്നായിട്ട് കഴുകി ഈ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന അലോവേരയുടെ രണ്ട് സൈഡിലുള്ള മുള്ളിനെയും ഒരു കത്തി വെച്ചിട്ട് കട്ട് ചെയ്ത് മാറ്റുക. എന്നിട്ട് അതിൻ്റെ മുകളിലുള്ള ആ തൊലിയും കൂടെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റണം. വീഡിയോയിൽ ചെയ്യുന്ന കാണാൻ പറ്റുന്നുണ്ടാവുമല്ലോ, അതുപോലെ കട്ട് ചെയ്ത് മാറ്റുക. എന്നിട്ടൊരു സ്പൂൺ യൂസ് ചെയ്തിട്ട് അതിനകത്തുള്ള ജെല്ല് മാത്രമായിട്ടൊന്ന് സ്കൂപ്പ് ചെയ്തെടുക്കുക. അങ്ങനെ എല്ലാ കറ്റാർവാഴയുടെ ജെല്ലും എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നമ്മളൊരു മിക്സിയുടെ ജാറിലോട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് മാറ്റി കൊടുക്കുക. അങ്ങനെ ഇതായി കറ്റാർവാഴ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അത് നമ്മളൊരു പാത്രത്തിലോട്ട് ഇനി അടുത്ത് നമുക്കൊരു ചെറിയ ഉള്ളി കട്ട് ചെയ്ത് തൊലിയൊക്കെ മാറ്റി എടുത്തിട്ട് നന്നായിട്ട് ഒരു ഇടികല്ലിലിട്ടിട്ട് ചതച്ചെടുക്കണം. അതിൻ്റെ ജ്യൂസൊക്കെ കിട്ടത്തക്ക രീതിയിൽ നന്നായിട്ട് ചതച്ചെടുക്കണം. ഇനി ഒരു ചീനച്ചട്ടി എടുത്തിട്ട് അത് ഒന്ന് ചൂടാക്കാൻ വെക്കുക. അതിൽ നമ്മൾ തലയിൽ തേക്കാൻ ഉപയോഗിക്കുന്ന എന്തെണ്ണയായാലും അതിലോട്ട് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ അതില്ലെങ്കിൽ സാധാരണ വെളിച്ചെണ്ണ ആണെങ്കിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്താലും മതി. ഇച്ചിരി ഒന്ന് ചൂടായിക്കോട്ടെ. എന്നിട്ട് അതിലേക്ക് നമ്മൾ നേരത്തെ ചതച്ച് വെച്ചേക്കുന്ന ആ ചെറിയ ഉള്ളി ഒന്നിട്ട് കൊടുക്കുക. അത് കുറച്ച് നേരം അതിൽ കിടന്നിട്ട് ആ ഉള്ളിയുടെ നീരൊക്കെ ആ എണ്ണയിലോട്ടൊന്ന് പിടിക്കണം. ഒരു 2 മിനിറ്റ് അങ്ങനെ ഇട്ട് ഒന്ന് വാട്ടിയെടുക്കേണ്ട ആവശ്യമുണ്ട്. അപ്പം അതിൽ കുറച്ച് എണ്ണ പോരാൻ തോന്നിയിട്ട് ഞാനൊരു ഇച്ചിരി കൂടെ എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അത് നല്ലോണം കുറച്ച് നേരം ചെറു തീയിലിട്ട് അങ്ങനെ ചൂടാക്കുന്നുണ്ട്. 2 മിനിറ്റ് കഴിഞ്ഞിട്ട് ആ ഉള്ളി എടുത്ത് മാറ്റുന്നുണ്ട്. എല്ലാ ഉള്ളിയും നമ്മളതിൽ നിന്ന് എടുത്ത് മാറ്റുന്നുണ്ട്. എന്നിട്ട് ഈ എണ്ണ ഒരു ചൂടോടെ തന്നെ ഒരു ചെറിയ പാത്രത്തിലോട്ട് മാറ്റിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ അടുത്ത പണി തുടങ്ങാറ്. ആദ്യം ഒരു ചീപ്പ് എടുത്തിട്ട് തലമുടി 2 സൈഡാക്കി ഇട്ടിട്ട് മുടി നന്നായിട്ട് ചീകി മുടിയിലുള്ള ഉടക്കൊക്കെ എടുത്ത് മാറ്റി വെക്കണം. മുടിയിലുള്ള എല്ലാ ഉടക്കും നമ്മൾ ചീകി മാറ്റിയെടുക്കണം. എന്നിട്ട് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച ഓണിയൻ ഓയിൽ ഉണ്ടല്ലോ, ഉള്ളി ഇട്ടിട്ട് ചൂടാക്കിയ എണ്ണ ചെറു ചൂടോടെ തന്നെ തലയിൽ നന്നായിട്ട് ഇട്ട് കൊടുക്കുക. തലയോട്ടിയിലും മുടിയുടെ തുമ്പത്തൊക്കെ നല്ല പോലെ ആ എണ്ണ ഇട്ട് കൊടുക്കണം. ചൂടോടെ തന്നെ ഇട്ട് കൊടുക്കണമെങ്കിൽ തലയിൽ നന്നായിട്ട് ഇറങ്ങുള്ളൂ. മുടി വളരാനും താരൻ പോകാനും ഏറ്റവും നല്ലൊരു വഴിയാണ് ഉള്ളി. ഉള്ളി നമ്മളിങ്ങനെ ചൂടാക്കിയിട്ട് തലയിലിടുമ്പോഴത്തേക്കും ഹെയർ ഗ്രോത്തിന് നല്ലതാണ്. അതുപോലെ ഡാൻഡ്രഫ് പോകാൻ നല്ലതാണ്. ഇത് വീക്ക്ലി വൺസൊക്കെ ഇങ്ങനെ ചെയ്താൽ മുടി നല്ല മാനേജബിൾ ആവും. അതുപോലെ ഡാൻഡ്രഫിൻ്റെ ശല്യമൊക്കെ മാറിക്കിട്ടും. എന്നിട്ട് നന്നായിട്ട് തല ഒന്ന് വിരൽ കൊണ്ട് മസാജ് ചെയ്ത് കൊടുക്കുക. കുറച്ച് നേരം ഒരു 5-10 മിനിറ്റ് നന്നായിട്ടൊന്ന്
തലയിൽ മസാജ് ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് നമ്മളൊരു ടവൽ ചൂടുവെള്ളത്തിൽ മുക്കിയിട്ട് തലയിൽ കെട്ടിവെച്ച് കൊടുക്കുക. അങ്ങനെ ഒരു അരമണിക്കൂർ വെച്ചേക്കണം, എങ്കിലേ ഈ എണ്ണയൊക്കെ തലയിലോട്ട് ഇറങ്ങത്തുള്ളൂ. അങ്ങനെ 30 മിനിറ്റ് കഴിഞ്ഞു. നമ്മുടെ എണ്ണയൊക്കെ തലയിൽ പിടിച്ചിട്ടുണ്ടാവും. നമ്മൾ ആ ടവൽ മാറ്റുവാണ്. അങ്ങനെ 30 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. 30 മിനിറ്റ് കഴിഞ്ഞ് ആ ടവലൊക്കെ നമ്മളെടുത്ത് മാറ്റി തലയിൽ നമ്മൾ ഇട്ട് കൊടുത്ത എണ്ണയെല്ലാം നന്നായിട്ട് തലയിൽ അബ്സോർബ് ചെയ്തിട്ടുണ്ടാവും. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ നേരെ പോവുക, നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഏത് ഷാമ്പു ആണോ അതിട്ട് തല നന്നായിട്ട് കഴുകുക. കണ്ടീഷണർ യൂസ് ചെയ്യേണ്ട. അപ്പോൾ നമ്മൾ തലമുടിയൊക്കെ നന്നായിട്ട് കഴുകിയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് മുടി കണ്ടീഷൻ ചെയ്യാം. മുടി കണ്ടീഷൻ ചെയ്യാൻ വേണ്ടി നമ്മളിവിടെ എടുക്കുന്നത് നമ്മൾ നേരത്തെ അരച്ച് വെച്ച കറ്റാർവാഴ ജെല്ലാണ്. നമ്മളിത് അല്പമായിട്ട് എടുത്ത് നമ്മളെ മുടിയിൽ നന്നായിട്ട് ഇട്ട് കൊടുക്കണം. നമ്മൾ തലയിൽ കറ്റാർവാഴയുടെ ജെല്ല് നന്നായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്ത് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അടുത്ത അരമണിക്കൂർ വെയിറ്റ് ചെയ്യുക, എന്നിട്ട് ഇത് കഴുകിക്കളയാം. അപ്പം ഇനി ഷാമ്പൂ ഇടേണ്ട ആവശ്യമൊന്നുമില്ല. നോർമലി പ്ലെയിൻ വാട്ടർ വെച്ചിട്ട് കഴുകിക്കളഞ്ഞാൽ മതിയാവും. നമ്മൾ മുടിയൊക്കെ കഴുകിയിട്ട് വന്നിട്ടുണ്ട്. കണ്ടോ, മുടിക്കിപ്പോൾ ഒരു ജീവൻ വെച്ചൊരു ഫീൽ കണ്ടോ. മുടി നന്നായിട്ട് ഒതുങ്ങി കിടക്കുന്നുണ്ട്. നമ്മുടെ ഹെയർ സ്പാ ട്രീറ്റ്മെൻറ്റ് അങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അത് വീക്ക്ലി വൺസ് ചെയ്താലേ മുടിക്ക് നല്ല മാറ്റം ഉണ്ടാകും. നല്ല മാറ്റം ഉണ്ടാകും. ഈ അലോവേര എന്ന് പറയുന്നത് നമുക്ക് ഹെയറിൽ ഗ്രോത്തിനും കൂടെ ഏറ്റവും ബെനിഫിഷ്യൽ ആയിട്ടൊരു സാധനമാണ് അലോവേര. അപ്പോൾ നിങ്ങളിത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മുടി വളർച്ചയും കൂടും, അതുപോലെ താരന ശല്യവും കുറയും. നിങ്ങളിത് വീട്ടിൽ എന്തായാലും ട്രൈ ചെയ്യുക. നിങ്ങളുടെ മുടിക്ക് ഒരുപാട് മാറ്റം ഫീൽ ചെയ്യും. നിങ്ങൾക്ക് സ്വയം അനുഭവിച്ചറിയാൻ പറ്റും. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പം അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും